കാസർഗോഡ് കല്യോട്ട് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിനെതിരെയുള്ള പ്രതിഷേധത്തിലാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അരുൺ പാറക്കൽ വിവരങ്ങളുമായി. അരുൺ, പ്രതിഷേധം തുടരുകയാണോ? അനുജ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് സർക്കാർ പരോൾ നൽകിയെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ഈ പ്രതിഷേധ മാർച്ച്. അതിനുശേഷം പോലീസ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഏച്ചിനടുക്കത്തേക്കാണ് പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് അതിന് അനുമതി നൽകിയിരുന്നില്ല. പകരം കല്യോട്ട് ടൗണിൽ മാത്രം മാർച്ച് നടത്തിയാൽ മതിയെന്നായിരുന്നു പോലീസിന്റെ ഒരു ഭാഗം. സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് പോലീസ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഒടുവിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധ മാർച്ച് തടഞ്ഞു. പക്ഷേ പ്രവർത്തകർ ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പോലീസിന് നേരെ ചെരുപ്പെറിഞ്ഞു. ഈ തെങ്ങിന്റെ ഓലയൊക്കെ എടുത്ത് പോലീസിന് നേരെ എറിയുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് ഈ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. അത് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന്, അതായത് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് തടഞ്ഞ ഭാഗത്തു നിന്ന് കല്യോട്ട് ടൗണിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് നീങ്ങിയിട്ടുണ്ട്. പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്ന് പ്രവർത്തകർ പിന്തിരിഞ്ഞിട്ടുണ്ട്. പകരം കല്യോട്ട് ടൗണിൽ ഇപ്പോൾ അവർ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് അവർക്ക് പരോൾ നൽകുന്നു എന്നതാണ് ഈ പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 2 പേർക്കാണ് പരോൾ നൽകിയിരുന്നത്. 4ാം പ്രതി കെ അനിൽകുമാർ, 8ാം പ്രതി സുബീഷ് വെളുത്തോളി എന്നിവർക്കാണ് പരോൾ നൽകിയത്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അനുജ, കാസർഗോഡ് കല്യോട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വയനാട് സ്വദേശിയായ 25-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8 പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഒരു മാസത്തിനിടെ 46 പനിമരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്.